തീവ്രവാദത്തെ പേടിച്ച് UAE വിദ്യാർത്ഥികൾക്കുള്ള വിദേശ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പോലും റദ്ദാക്കുകയാണ്. അവർക്ക് പോലും രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയല്ലോ. അല്ല, അത് പ്രധാനമായിട്ടും ബ്രിട്ടനിലാണ്. അതെ, അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ബ്രിട്ടനിൽ പഠിക്കാൻ വേണ്ടി സ്കോളർഷിപ്പും വാങ്ങിച്ച് അവിടെ ചെല്ലുന്ന UAE വിദ്യാർത്ഥികളെ റാഡിക്കലൈസ് ചെയ്തിട്ട് അവരെ തീവ്ര മത സംവിധാനത്തിലേക്ക് ആക്കിയിട്ട് ഈ മത തീവ്രവാദികളാക്കി അവിടെ വളർത്തിയെടുക്കുന്നു. ഈ കാര്യം അവർ ബ്രിട്ടനോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു. ബ്രിട്ടൻ നിയന്ത്രിച്ചില്ല. ബ്രിട്ടൻ നിയന്ത്രിക്കാതെ വന്ന സമയത്താണ് അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കോളർഷിപ്പ് പരിപാടി നിർത്തലാക്കിയത്. ഇത് നൽകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിക രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തെ ഭയക്കാണ്, വിശേഷം ഗൾഫ് രാജ്യങ്ങളിൽ. ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യ അടക്കം ഉള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ കണ്ടൻറ്റ് ഉള്ള ടെക്സ്റ്റ് ബുക്കുകൾ നീക്കം ചെയ്ത് കഴിഞ്ഞു. കാരണം അത് വളരെ അപകടം പിടിച്ച ഒരു സാധനമാണെന്നും അത് രാജ്യത്ത് അസ്ഥിരതയും രാജ്യത്ത് അരാജകത്വവും ഉണ്ടാക്കും എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനാധിപത്യമല്ല, രാജാധിപത്യമാണ്. അപ്പോൾ ഇവരുടെ രീതിയിലുള്ള ഒരു അരാജകത്വം വന്നു കഴിഞ്ഞാൽ രാജ്യം തകർന്നു പോകും. ഇപ്പോൾ സൗദി അറേബ്യ ആയാലും UAE ആയാലും അബുദാബി ആയാലും ഒമാൻ ആയാലും ഖത്തറായാലും ഒക്കെ സാമ്പത്തികമായിട്ട് സുഭദ്രമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ സാമ്പത്തിക സുഭദ്രതയുടെ അടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങൾക്ക് സാമാന്യം നല്ലൊരു ഭേദപ്പെട്ട ഒരു ജീവിതവും അവിടെയുണ്ട്. അവർക്കത് മതി. അവർക്ക് ഈ സൗകര്യത്തിനകത്ത് നിന്നുകൊണ്ടുള്ള മതത്തിലേ അവർക്ക് താല്പര്യമുള്ളൂ. അല്ലാതെ എല്ലാവരും ജിഹാദ് നടത്തിയിട്ട് അള്ളാഹുവിൻ്റെ അടുത്തൂൺ കൈപ്പറ്റി അവിടെ പോയി ഹൂറികൾക്കൊപ്പം കഴിയണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. പക്ഷേ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്ന ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, UAE നിന്ന് പോകുന്ന അവരുടെ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട് തീവ്രവാദത്തിലേക്ക് പോയി തീവ്രവാദ മുസ്ലിങ്ങളായിട്ട് തിരിച്ചു വരികയാണ്. അവർ UAE ചെന്ന് കഴിഞ്ഞാലും അവരിത് തന്നെ ചെയ്യും. കാരണം അവർ അതിനു വേണ്ടിയാണ് ട്രെയിൻ ചെയ്തേക്കണം. കാരണം ഇവരുടെ മസ്തിഷ്കം ആകെ തകർത്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്താൽ മാത്രമേ അള്ളാഹുവിന് നിങ്ങളെ ഇഷ്ടപ്പെടൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ജിഹാദ് നടത്താൻ വേണ്ടിയിട്ട് വരെയാണ്. അപ്പോൾ ആ ജിഹാദ് നടത്താൻ ആരെതിർക്കുന്നുവോ എതിർക്കുന്നവൻ ശത്രുവാണ്, അവനെയും കൊല്ലണം. പക്ഷേ ഈ ജിഹാദ് അനുവദിച്ചു കൊടുക്കാൻ UAEക്ക് പറ്റില്ല, അബുദാബിക്ക് പറ്റില്ല, സൗദിക്ക് പറ്റില്ല, ഒമാന് പറ്റില്ല, ഖത്തറിന് പറ്റില്ല, ബഹ്റൈന് പറ്റില്ല, അങ്ങനെ ഒരു രാജ്യത്തിനും പറ്റില്ല. കാരണം അവിടെ ഉള്ള നിലവിലുള്ളൊരു സംവിധാനം തകരാനായിട്ട് അവരാരും ആഗ്രഹിക്കുന്നില്ല. നിലവിലുള്ളൊരു സംവിധാനത്തെ തകർത്തുകൊണ്ട് ഈ രാജ്യങ്ങളെ മുഴുവൻ ഇസ്ലാമിക മതരാഷ്ട്രങ്ങളാക്കി മാറ്റി ഇപ്പോൾ നടക്കുന്ന ഈ വികസനത്തിൽ നിന്നും ആ രാജ്യങ്ങളെ പിൻവലിപ്പിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. ഇപ്പം ഇതിൽ തന്നെ ഒരു പ്രശ്നമില്ലേ? UAE എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളോടൊപ്പം നിൽക്കുകയാണ്, അബുദാബിയും ദുബായും ഒക്കെ വെച്ചുകൊണ്ട്. അവരുടെ പരിപാടി എന്താണ്? അവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന എണ്ണ വറ്റിക്കഴിഞ്ഞാലും ലോകത്തിലെ ഏറ്റവും വലിയൊരു ട്രേഡ് സെൻ്ററായിട്ട് ഇത് മാറണം. അങ്ങനെ ലോകത്തിലെ ഒരു ട്രേഡ് സെൻ്ററായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാകാൻ പാടില്ല? ഈ സംഘർഷം ഉണ്ടാകാൻ പാടില്ല, മതസംഘർഷം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ മതസംഘർഷം വരുന്നു. ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീവ്രവാദ സംഘടനയാണ്. ആ തീവ്രവാദ സംഘടന ജിഹാദാണ് പ്രചരിപ്പിക്കുന്നത്. ആ ജിഹാദ് ചെയ്തിട്ട് അതിൽ ചത്താലും കൊന്നാലും സ്വർഗരാജ്യം കിട്ടും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഇൻഡോക്ട്രിനേറ്റ് ചെയ്തിട്ട് ഇവിടെയാണ് ഇവർ. അതുപോലെ ഇസ്ലാം പറയുന്നത് രാജഭരണമല്ല, മതഭരണമാണ്. മതഭരണമാണ്. ഈ മതഭരണം എന്ന് പറഞ്ഞാൽ മതമേധാവികളാണ് ഭരിക്കേണ്ടത്. ഖമനി ഇറാനിൽ ഭരിക്കുന്നത് പോലെ. അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ ഉമർ ഖലീഫ ഭരിച്ചപ്പോഴും ഉമർ ഖലീഫ മതനേതാവായിട്ടാണ് രാജ്യഭരണം നയിച്ചത്. ഏറ്റവും നല്ല ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മാന്യനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഉമർ ഖലീഫ ഉമർ എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രസിദ്ധമായ കഥകളിലൊന്ന് ഞാൻ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും ഇതാണ്. അതെന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മകനും ഒരു സിൽക്ക് വ്യാപാരിയുടെ മകനും ഒരുമിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ സിൽക്ക് വ്യാപാരിയുടെ മകൻ എപ്പോഴും പുതിയ പുതിയ സിൽക്ക് വസ്ത്രങ്ങൾ അണിഞ്ഞു വരും.
അപ്പോൾ ഇയാൾ വന്നുകൊണ്ട് ഈ കുട്ടി വന്നുകൊണ്ട് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട്, അപ്പോൾ വാപ്പ എനിക്ക് ഒരു സിൽക്ക് ഉടുപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഖലീഫ ഉമർ പറഞ്ഞതെന്ന് വെച്ചാൽ സിൽക്ക് വ്യാപാരിയുടെ മകനത് പറ്റും, കാരണം അയാൾ വലിയ സമ്പന്നനാണ്. നിൻ്റെ വാപ്പ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, അയാൾക്ക് ഇത്രേ വരുമാനമുള്ളൂ, ആ വരുമാനത്തിൽ നിന്നുകൊണ്ട് നിനക്കിത് വാങ്ങിച്ചു തരാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു കക്ഷിയാണ് ഈ ഖലീഫ ഉമർ. പക്ഷേ ഖലീഫ ഉമർ ഖലീഫയാണ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അദ്ദേഹം മതനേതാവ് കൂടിയാണ്. അതെ, മതനേതാവായിട്ടുള്ള രാഷ്ട്ര നേതാവായിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് മതാധിപത്യ രാഷ്ട്ര സംവിധാനമാണ്, രാജാധിപത്യമല്ല, ജനാധിപത്യവുമല്ല. ഇസ്ലാമിൻ്റെ ഈ ഭരണഘടനയിൽ ജനാധിപത്യമേ ഇല്ല. കാരണം അവർക്കുള്ളത് മതാധിപത്യം. എവിടെ മതാധിപത്യം വരുന്നുണ്ടോ അവിടെ ഏകാധിപത്യമേ വരൂ, ജനാധിപത്യം വരില്ല. അതാണിപ്പോൾ ഖമനേയി ഏകാധിപതിയാണ്. ഏത് മതാധിപത്യം വന്നാലും അയാൾ ഏകാധിപതിയായിട്ട് പോകും. ഇത്തരത്തിലുള്ള ഈ സിദ്ധാന്തങ്ങൾക്കുള്ള ഒരു വലിയ വൈകല്യമാണത്. ആ കമ്മ്യൂണിസത്തിന് ഇത് തന്നെയുണ്ട്. അതെ, അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇതിൽ പോയത് അവസാനിപ്പിച്ചത്, ഏകാധിപത്യത്തിൽ പോയി അവസാനിപ്പിച്ചത്. കേരളത്തിൽ പിണറായി വിജയന് സത്യത്തിൽ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ല. കാരണം ഇവിടെ ഒരു ഭരണഘടനയും ബാക്കി സംവിധാനങ്ങളൊക്കെ ഉണ്ടായിപ്പോയില്ലേ. അല്ലെങ്കിൽ അതും ഏകാധിപത്യത്തിൽ പോയി തീർന്നാനെ. അപ്പോൾ കമ്മ്യൂണിസത്തിൽ ഏകാധിപത്യമുള്ള രീതിയിൽ മതാധിപത്യത്തിലും ഏകാധിപത്യമാണുള്ളത്. ആ ഒറ്റാളുടെ ഭരണമാണ്, അയാളുടെ തീരുമാനമാണ് ഫൈനലായിട്ട് വരിക. അത് ഖമനേയി ആയാലും കൊള്ളാം, മറ്റാരായാലും കൊള്ളാം. ഇതിനു മുമ്പ് അവിടെ ഒരു ഖുമേനി ഉണ്ടായിരുന്നു, ഇറാനിലെ ഷായെ തെരുവിലിറക്കി. ഷായുടെ അനന്തരാവകാശി ഇറാനിലേക്ക് എത്തുന്നുണ്ട്. വല്ല ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരുന്നുണ്ട്. പണ്ട് അയാളെ പുറത്താക്കിയതാണ് അവിടെ നിന്ന്. പക്ഷേ അയാളുടെ ഭേദപ്പെട്ട ഭരണമായിരുന്നു എന്നാണ് പറയുന്നത്. അയാളെ പുറത്താക്കിയിട്ടാണ് ഖുമേനി അവിടെ ആധിപത്യം നേടുകയും കിട്ടാവുന്നതിനൊക്കെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ സ്വർഗരാജ്യം അവർക്കൊക്കെ ഉറപ്പാക്കി കൊടുത്ത്. ഖുമേനിയുടെ വാദം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞാൻ അതിൻ്റെ പേരിൽ ഒരു ലേഖനം എഴുതിയിരുന്നു ആദ്യമായിട്ട്, ഖുറാനും ഖുമേനിയും എന്ന് പറഞ്ഞ്. ആ ലേഖനത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും തിരസ്കരിച്ച ലേഖനമാണ്. മാതൃഭൂമി തിരസ്കരിച്ച്, കലാകൗമുദി തിരസ്കരിച്ച്, മലയാളം വാരിക തിരസ്കരിച്ച്, ഭാഷാഭൂഷണി തിരസ്കരിച്ച്. ഭാഷാഭൂഷണ അന്നത്തെ എഡിറ്റർ ഏറ്റവും വലിയ ജനാധിപത്യവാദിയായ KC നാരായണനായിരുന്നു. ഒരു കാരണവും പറയാതെ പലരും എനിക്ക് ലേഖനം തിരിച്ചയച്ചും തന്നില്ല. ഞാൻ സ്റ്റാമ്പ് ഒട്ടിച്ച കവർ അയച്ചിട്ട് പോലും. അവസാനം പിന്നെ അത് പ്രസിദ്ധീകരിച്ചത് K. വേണുവിൻ്റെ സമീക്ഷയാണ്. അത് 2 കൊല്ലം അതിനെ തുടങ്ങിയുള്ള വാഗ്വാദങ്ങൾ നടന്നു. അപ്പോൾ അതിൽ എൻ്റെ വാദം എന്ന് പറഞ്ഞാൽ, ഖുറാനിലെ ഒരു ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഈ ഖുമേനിക്ക് സ്ഥാനമില്ല. പക്ഷേ ഖുമേനി മതാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി വരെയാണ്. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ആദ്യമേ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ്റെ കാലത്ത് പോലും പൊളിറ്റിക്കൽ ഇസ്ലാം വന്നിട്ടുണ്ട്. ആ പൊളിറ്റിക്കൽ ഇസ്ലാം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഖലീഫ ഉമർ അടക്കമുള്ളവർ വരുന്നത്, ഖലീഫമാർ വരുന്നത്. ഓരോ ഖലീഫമാർക്കും അപ്രമാദിത്വം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് വിഘടിച്ചു പോയത്. അബുവിൻ്റെ ഒരു സംഘമായിട്ട് വന്ന്, അബൂബക്കറിൻ്റെ വേറൊരു സംഘമായിട്ട് വന്ന്, അബുവും അബൂബക്കറും തമ്മിൽ കണ്ടാൽ മിണ്ടാത്തൊരവസ്ഥ വന്ന്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഒരു പദവിയും ഒന്നിലേറെ റിക്വസ്റ്റുകളും വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അതുകൊണ്ട് ഈ ഏകാധിപത്യം വരും എന്നുള്ളത് കൊണ്ടും, ആ ഏകാധിപത്യം അറബ് രാജ്യങ്ങളിൽ വേണ്ട എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം, സൗദി അറേബ്യയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ആധുനിക ലോകത്തിലേക്ക് ആ രാജ്യം കടന്നു വരികയാണ്, മതാധിപത്യത്തിൽ നിന്നും മോചിതമായിട്ട്. UAE വളരെയേറെ മുന്നേറിക്കഴിഞ്ഞു. കാരണം ഒരു ട്രേഡ്, എന്താണ്, വ്യാപാര രാഷ്ട്രമായിട്ടാണ് അത് മാറുന്നത്. നാളെ ഈ രാജ്യം നിലനിന്ന് പോകണം, ജനങ്ങൾക്ക് ഈ സൗകര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ സമ്പത്തുണ്ടാകണം. ആ സമ്പത്ത്, അവിടെ കൃഷിയില്ലല്ലോ, ആ സമ്പത്ത് എണ്ണ മാത്രം വിറ്റുണ്ടാക്കാൻ പറ്റില്ല. നാളെ എണ്ണയുടെ ഉപയോഗം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തീർന്നു പോയില്ലേ. ഇപ്പോൾ ഈ കേരളത്തിൽ, ഇപ്പോൾ ഇന്ത്യയിൽ പോലും നമുക്ക് 99% റെയിൽവേയും ഇപ്പോൾ എന്തായി, ഇലക്ട്രിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ എണ്ണയുടെ ഉപയോഗം അത്രയും കുറയണം. നമ്മുടെ ഏറ്റവും ബൾക്ക് കൺസ്യൂമറായിരുന്നു ഓയിൽ. ഇന്ത്യൻ ഓയിലിൻ്റെ ബൾക്ക് കൺസ്യൂമർ ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു. ആ റെയിൽവേക്ക് ഇപ്പോൾ അത് വേണ്ട. നമ്മുടെ ഈ റെയിൽവേക്ക് വേണ്ടി ഇതടിച്ചിരുന്ന എന്താണ്, ഈ പമ്പുകളൊക്കെ ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. കാരണം ആരും അടിക്കാനില്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ വരുന്നൊരു സാഹചര്യം വരും.
അത് മുൻകൂട്ടി കണ്ടിട്ടാണ് റാഡിക്കലൈസേഷൻ അവരെതിർക്കുന്നത്. റാഡിക്കലൈസേഷൻ വന്നു കഴിഞ്ഞാൽ, ഇസ്ലാമിക മതാധിപത്യ പ്രവണത യുവാക്കളിൽ വന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ രാജ്യഭരണത്തിൻ്റെ അന്ത്യമായിരിക്കും.